ബ്രൂക്ലിൻ 99. ന്യൂയോർക്ക് നഗരത്തിലെ ബ്രൂക്ലിൻ എന്ന സ്ഥലത്തെ 99-ാം പോലീസ് സ്റ്റേഷനിലെ കുറച്ച് പോലീസുകാരുടെ നിത്യജീവിതത്തിലെ രസകരമായ സംഭവങ്ങൾ നമുക്ക് കാണിച്ചു വരുന്ന സീരീസാണ് ബ്രൂക്ലിൻ 99. ഈ അടുത്ത് ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ഒറിജിനലായ കോമഡിയുള്ള സീരീസാണിത്. അങ്ങനെ പറയാനുള്ള കാരണം ഞാൻ ഒടുവിൽ പറയാം. പോലീസ് ഓഫീസർമാരുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന തമാശകൾ പറഞ്ഞു പോകുന്നതിൻ്റെ കൂടെ തന്നെ അവർ അന്വേഷിക്കുന്ന കേസുകളും ചില പ്രതിസന്ധികളും ബുദ്ധി കൊണ്ടും അല്ലെങ്കിൽ മണ്ടത്തരം കൊണ്ടുമൊക്കെ എങ്ങനെ ശരിയാക്കുന്നു എന്നതൊക്കെയാണ് സീരീസിലെ പ്രധാന സംഭവങ്ങൾ. സാറ്റർഡേ നൈറ്റ് ലൈവിലൂടെ പ്രശസ്തനായ ആൻഡി സാംബർഗാണ് ഡിറ്റക്റ്റീവ് ജെയ്ക്ക് പെറോൾട്ട എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജെയ്ക്ക് തന്നെയാണ് സീരീസിന്റെ നെടുന്തൂണും. സീരീസ് തുടങ്ങുന്നത് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പുതിയ ക്യാപ്റ്റൻ വരുന്നതോടു കൂടിയാണ്. ഇത്രയും കാലം ഉണ്ടായിരുന്നത് എന്ത് കണ്ടാലും മൈൻഡ് ചെയ്യാത്ത ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരു ക്യാപ്റ്റനായിരുന്നു. അതുകൊണ്ട് പുതിയ ക്യാപ്റ്റൻ വരുന്നതിൽ ചിലർക്ക് സന്തോഷമുണ്ട്, ചിലർക്ക് ദുഃഖവും. അവരുടെ ഇടയിലേക്ക് പുതിയ ക്യാപ്റ്റൻ വരുന്നു, ക്യാപ്റ്റൻ റെയ്മണ്ട് ഹോൾട്ട്. ആഫ്രിക്കൻ അമേരിക്കനായ ഒരു ഓപ്പൺലി ഗേ പോലീസ് ഓഫീസർ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റോബോട്ടിനെ പോലെയുള്ള സംസാരവും ഒട്ടും ഭാവവ്യത്യാസം വരാത്ത മുഖവുമാണ്. എന്നാൽ അദ്ദേഹം സ്വയം പറയുന്നത് താൻ വളരെ ഇമോഷണൽ ആണെന്നാണ്. മുഖം നോക്കി അദ്ദേഹത്തിന്റെ അന്നത്തെ മൂഡ് ഗസ് ചെയ്യാൻ മറ്റുള്ളവർ ശ്രമിക്കുന്ന സീനുകളൊക്കെ കണ്ടാൽ ചിരിച്ചൊരു വഴിയാവും. അടുത്തത് ഡിറ്റക്റ്റീവ് ജെയ്ക്ക് പെറോൾട്ട. ഈ സ്റ്റേഷനിലെ ഏറ്റവും മിടുക്കനായ ഡിറ്റക്റ്റീവ്. വളരെ ബുദ്ധിമാനും എഫിഷ്യൻറ്റുമായ ഒരു ഓഫീസറാണെങ്കിലും കുട്ടിത്തം ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. എത്ര സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിലും കോമഡി പറയുക, അഡ്വഞ്ചറിന് വേണ്ടി ഓരോന്ന് ചെയ്ത് അബദ്ധത്തിൽ ചെന്ന് ചാടുക, റൂൾസ് എല്ലാം തെറ്റിച്ച് കേസ് അന്വേഷിക്കുക ഒക്കെയാണ് ജെയ്ക്കിന്റെ സ്ഥിരം പരിപാടി. ഡൈഹാർഡ് എന്ന സിനിമയുടെ കട്ട ഫാനായ ജെയ്ക്ക് ഒരു അലസനും അനുസരണയില്ലാത്തവനും ജീവിതത്തെ വളരെ കെയർലെസ് ആയി എടുക്കുന്ന ആളാണ്. എന്നാൽ ജെയ്ക്കിന്റെ ഊഹങ്ങളും വളരെ വിയേഡായ തിയറീസും ഉപയോഗിച്ചാണ് പല കേസുകളും തെളിയിക്കുന്നത്. ആൻഡി സാംബർഗിന്റെ അന്യായ കോമഡി ടൈമിങ്ങും എക്സ്പ്രഷനുകളുമാണ് ജെയ്ക്കിനെ നമുക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. ജെയ്ക്കിനെ നേർവഴിക്ക് നടത്തുകയാണ് ക്യാപ്റ്റൻ ഹോൾട്ട് സ്വയം ഏറ്റെടുക്കുന്ന ആദ്യത്തെ ലക്ഷ്യം. അത് തന്നെയാണ് ആദ്യ ചില എപ്പിസോഡുകളുടെ കഥയും. അടുത്തത് ചാൾസ് ബോയിൽ. ചാൾസ് ഒരു ലോല ഹൃദയനാണ്. കൂടെ ജോലി ചെയ്യുന്ന റോസയെ ഒരു ഡേറ്റിന് ക്ഷണിക്കാനുള്ള ധൈര്യം പോലുമില്ല. അതിനുവേണ്ടി കുറേ നാളായി കഷ്ടപ്പെടുന്നു. ഒരു തികഞ്ഞ ഭക്ഷണ സ്നേഹിയുമാണ്. ആരും കഴിക്കാൻ മടിക്കുന്ന വെറൈറ്റി ഭക്ഷണങ്ങൾ കഴിക്കുകയും റെസ്റ്റോറൻറ്റ്സിനെ കുറിച്ച് ഓൺലൈൻ റിവ്യൂ ഇടലുമാണ് മെയിൻ ഹോബി. വളരെ ഹാർഡ് വർക്കിംഗ് ആണെങ്കിലും കോൺഫിഡൻ്റ് അല്ലാത്തത് കൊണ്ട് ഒരുപാട് അബദ്ധത്തിൽ പോയി ചാടും. ജെയ്ക്കിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ചാൾസ്. ജെയ്ക്കിനോട് കടുത്ത ആരാധനയും ഒരു ഹീറോ പരിവേഷവും നൽകിയിരിക്കുകയാണ്. ഇവരുടെ കോമ്പിനേഷൻ സീനുകളെല്ലാം നിർത്താതെ ചിരിക്കാൻ പറ്റുന്നവയാണ്. സ്ലാപ്റ്റിക് കോമഡികളാണ് മിക്കപ്പോഴും ഉണ്ടാവുന്നത്. അടുത്തത് ഡിറ്റക്റ്റീവ് എയ്മി സാന്റിയാഗോ. ഭയങ്കര മത്സര ബുദ്ധിയും ഓസിഡിയുമുള്ള ആളാണ് എയ്മി. എങ്ങനെയെങ്കിലും പുതിയ ക്യാപ്റ്റൻ ഹോൾട്ടിന്റെ ഇഷ്ടവും പ്രശംസയും പിടിച്ചു പറ്റാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു. എപ്പോഴും മറ്റുള്ളവരെക്കാൾ മികച്ചതാവണം എന്ന ചിന്ത മാത്രമാണ് എയ്മിക്ക്. പ്രധാന എതിരാളി ജെയ്ക്ക് തന്നെ. എന്നാൽ ജെയ്ക്കിന്റെ നേരെ വിപരീതമായി എല്ലാ റൂൾസും ഫോളോ ചെയ്ത് മാത്രമേ എയ്മി കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. താൻ ഒരു നീഡ് ആണെന്നതിൽ എയ്മിക്ക് അഭിമാനമാണ്. ലൈബ്രറിയാണ് ഇഷ്ടസ്ഥലം. തൻ്റെ ഓർഗനൈസിംഗ് സ്കിൽ സീരീസിൽ എയ്മി ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ജെയ്ക്കും എയ്മിയും തമ്മിലുള്ള റൊമാൻറ്റിക് ട്രാക്കും സീരീസിലെ ഒരു പ്രധാന അട്രാക്ഷനാണ്. അടുത്തത് സാർജന്റ് ടെറി. കൂട്ടത്തിൽ ഏറ്റവും കരുത്തുള്ള ആളൊരു ഫിറ്റ്നസ് അഡിക്റ്റാണ്. ഏറ്റവും നിഷ്കളങ്കനും സത്യസന്ധനും ടെറിയാണ്. ജോലിയിൽ ആത്മാർത്ഥത, തികഞ്ഞ കുടുംബസ്നേഹം, അങ്ങനെ എല്ലാം കൊണ്ടും ഉത്തമൻ. ആകെ പ്രശ്നം എപ്പോഴും സ്വയം തേർഡ് പേഴ്സണായി സംസാരിക്കും. ജെയ്ക്കിന്റെ കളിക്കൊക്കെ കൂടെ നിൽക്കുമെങ്കിലും എപ്പോഴും സേഫ്റ്റി നോക്കി മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ. ഇത് ഇരട്ട പെൺമക്കൾ ഉണ്ടായ ശേഷം വന്ന ശീലമാണ്. ഗ്രൂപ്പിനെ നേർവഴിക്ക് നടത്തുന്നത് ടെറിയാണെന്ന് പറയാം. അടുത്തത് ഡിറ്റക്റ്റീവ് റോസ ഡിയാസ്. എപ്പോഴും കലിപ്പം മൂടി നിൽക്കുന്ന, ആരോടും വലിയ അടുപ്പം കാണിക്കാത്ത, ബോൾഡ് ആൻഡ് കോൺഫിഡൻ്റ് ആയ, ബൈക്കിൽ വരുന്ന ധൈര്യശാലി. പേഴ്സണൽ കാര്യങ്ങൾ ആരോടും സംസാരിക്കാറില്ല. സീരീസ് പുരോഗമിക്കുമ്പോൾ നമ്മൾ റോസയെ കൂടുതൽ അറിയും. അടുത്തത് പോലീസ് അല്ലാത്ത അഡ്മിനിസ്ട്രേറ്റർ ജീന ലെനറ്റി. ജീനയാണ് കൂട്ടത്തിലെ തഗ് ലൈഫ് ക്യാരക്ടർ. സ്മാർട്ടും അതേസമയം ബോസിയും, ആരെയും വകവെക്കാത്ത സ്വഭാവം. ക്യാപ്റ്റൻ ഹോൾട്ടിനെ പോലും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ജീനയ്ക്ക്. പോലീസ് സ്റ്റേഷനിൽ തീ പിടിച്ചാൽ പോലും ഫോണിൽ ഇൻസ്റ്റഗ്രാമും നോക്കിയിരിക്കും. എല്ലാവരോടും കടുത്ത പുച്ഛമാണ് സ്ഥായി ഭാവം. ഒരു കടുത്ത നാർസിസിസ്റ്റ്. ഇനിയുള്ളത് കടുത്ത മടിയന്മാരായ ഹിച്ച്കോക്കും സ്കള്ളിയും. പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യാതെ എത്ര നേരം വേണമെങ്കിലും ഇരുന്ന സ്ഥലത്ത് ഇരുന്നോളും. ഭക്ഷണം കഴിക്കലും ഇരുന്നുറങ്ങലുമാണ് പ്രധാന ജോലി. ഇവർ എങ്ങനെ ഇങ്ങനെ ആയി എന്നതൊരു ഫ്ലാഷ് ബാക്ക് എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. സീരീസ് തുടക്കത്തിൽ വലിയ പ്രാധാന്യമില്ലായിരുന്ന ഇവർക്ക് പിന്നീട് കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടി. ഈ പറഞ്ഞവർക്കിടയിൽ നടക്കുന്ന സൗഹൃദങ്ങളും മത്സരങ്ങളും കേസന്വേഷണവും പ്രണയവും ഒക്കെയാണ് ഇതിൽ പ്രധാനമായി ഉള്ളത്. ഓരോ എപ്പിസോഡും ഓരോ പസിൽ സോൾവിംഗ് പോലെയാണ്. ഇതൊരു കേസ് തന്നെ ആവണമെന്നില്ല. ഇവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമോ മൊത്തം ഗ്യാങ്ങിന് തന്നെ പറ്റുന്ന എന്തെങ്കിലും അബദ്ധമോ ആവാം. ആദ്യ എപ്പിസോഡുകളിൽ ജെയ്ക്ക് ആയിരുന്നു എല്ലാം സോൾവ് ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് എല്ലാവർക്കും കുറച്ചുകൂടി സ്പേസ് സീരീസ് നൽകുന്നുണ്ട്. ഇതിൽ ജെയ്ക്ക് ഇടയ്ക്കിടെ പറയുന്ന കൂൾ കൂൾ കൂൾ, നെയിം ഓഫ് യുവർ സെക്സ് ടേപ്പ് എല്ലാം റിക്കറിംഗ് ഗ്യാഗായി മാറിയിരിക്കുന്നു. അതേപോലെ എല്ലാ സീസണിലും വരുന്ന ഹലോവീൻ ഹൈസ്റ്റ് എപ്പിസോഡുകൾ എത്ര കണ്ടാലും മതിവരാത്തവയാണ്. നിലവിലുള്ളതിൽ ഏറ്റവും നിലവാരമുള്ള കോമഡി നൽകുന്ന ഷോ ഇതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മുഴുനീള കോമഡിയിലാണ് സീരീസിന്റെ കഥ നീങ്ങുന്നതെങ്കിലും സാമൂഹിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നിന്ന് അത് സീരീസിനെ ഒട്ടും പിന്നോട്ട് വലിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതിൽ എല്ലാം ഒറിജിനൽ കോമഡികളാണെന്ന്. നല്ല തമാശ ഉണ്ടാക്കാൻ സെക്സിസ്റ്റ് ജോക്കുകളോ ബോഡി ഷേമിങ്ങോ ഒന്നും വേണ്ടെന്ന് ഈ സീരീസ് തെളിയിച്ചു. വളരെ പ്രോഗ്രസീവായ സീരീസ് പല സോഷ്യൽ ഇഷ്യൂസിനെയും ഇതിൽ പരാമർശിക്കുകയും LGBTQ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇതിലെ ക്യാപ്റ്റൻ ഹോൾട്ട് ഒരു കറുത്ത വർഗ്ഗക്കാരനായ ഗേ ഓഫീസറാണ്. അയാൾ ആ സ്ഥാനത്തേക്ക് എത്താൻ പെട്ട കഷ്ടപ്പാടുകളും ഗേ ആയതുകൊണ്ടും കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ടും അനുഭവിച്ച ഇൻസൾട്ടും അവഗണയും ഒക്കെ സീരീസിൽ ഹാസ്യത്തോടെ, എന്നാൽ അതിൻ്റെ ശരിയും തെറ്റും എടുത്ത് പരാമർശിക്കുന്നുണ്ട്.
അതുപോലെ കറുത്ത വർഗ്ഗക്കാരനായതിനാൽ ടെറി നേരിടുന്ന പോലീസുകാരന്റെ പെരുമാറ്റവും സ്ത്രീകളോടുള്ള ജോലി സ്ഥലത്തെ അവഗണനയും മീറ്റു മൂവ്മെന്റും ഒക്കെ ഇതിലെ അങ്ങേയറ്റം പക്വതയോടെ കൈകാര്യം ചെയ്തിരിക്കുന്നു. സ്ഥിരം സെക്സിസ്റ്റ് കോമഡികൾക്കും സ്റ്റീരിയോ ടൈപ്പുകൾക്കും അപ്പുറം തമാശ കണ്ടെത്തുകയും സീരിയസ് വിഷയങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യുന്നത് കൂടാതെ അത് മനഃപൂർവ്വം തിരികെ കയറ്റിയത് പോലെ തോന്നാതെ ഒരു ഒഴുക്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ് ഈ സീരീസിന്റെ വിജയരഹസ്യം. അതുകൊണ്ടൊക്കെയാണ് 5ാമത്തെ സീസൺ കഴിഞ്ഞ് ഫോക്സ് ചാനൽ ഉപേക്ഷിച്ചപ്പോൾ ട്വിറ്ററിൽ വ്യാപകമായ പ്രതിഷേധം ഉണ്ടാവുകയും NBC 6ാമത്തെ സീസൺ തൊട്ട് ഏറ്റെടുത്തതും. നിലവിൽ 7 സീസണുള്ള 22 മിനിറ്റ് ഡ്യൂറേഷനുള്ള 143 എപ്പിസോഡുകളാണുള്ളത്. ഇതിലെ മറ്റു കോമഡി സീരീസുകളിൽ ഉള്ളതുപോലെ ഓവർ സീരിയസ്നെസ് അല്ലെങ്കിൽ ഡ്രാമ ഒന്നുമില്ല. ഇമോഷണൽ സീനുകൾ പോലും ലൈറ്റ് കോമഡി ചേർത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് കഥാപാത്രങ്ങളും പ്രോഗ്രസീവും പൊളിറ്റിക്കലി കറക്റ്റുമായ കോമഡികളും ഓർത്ത് വെക്കാവുന്ന ഒരുപാട് നല്ല മൊമെന്റ്സ് നൽകുന്ന ഒരു സീരീസ്. കാണാൻ വൈകി എന്നതിൽ മാത്രമേ ദുഃഖമുള്ളൂ. 8ാം സീസണിന് വേണ്ടി കാത്തിരിക്കുന്നു. ചുമ്മാ കണ്ടു തുടങ്ങിയാൽ മതി, പിന്നെ നിങ്ങളും കാത്തിരിക്കാൻ തുടങ്ങും.